ഹായ് എവരി വൺ 2025 PSC ചോദിച്ചിട്ടുള്ള ടെൻസസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ആദ്യത്തേത്. നോക്കൂട്ട. ഈ 4 10 years 10 months ഇങ്ങനെ ഈ ഇയേഴ്സ് തന്നെ ആവണമെന്നില്ല. 10 months എന്നാവാം, 10 weeks എന്നാവാം, 10 hours എന്നാവാം, 10 days എന്നാവാം. ഇങ്ങനെ 10 days 10 years 5 years 5 months അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സിൻസ് 4ൻ്റെ ഭാഗമായിട്ട് ഈ സിൻസോ 4 വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing എടുക്കുക എന്നുള്ളതാണ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു സൂചനയാണ്. എൻ്റെ അമ്മ 10 വർഷമായിട്ട് ഈ വീട്ടിൽ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു എന്നുള്ള. ഓക്കെ, ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing എടുക്കുക. ഓക്കെ, ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing. ഇനി ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing കാണാനില്ലെങ്കിൽ നമുക്ക് ഹാസോ ഹാവോ എടുക്കാം. ഞാൻ പറയട്ടെ. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇവിടെ നോക്കൂ. ഞാൻ പറഞ്ഞു ഈ സെൻറ്റൻസിൽ ഏതാണ് കറക്റ്റ് സെൻറ്റൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സിൻസോ 4 വന്നാൽ ഫോർ 10 years for 5 years for 3 years for 10 months for 5 months for 3 months ഇങ്ങനെ സിൻസ് 4 വന്നാൽ സിൻസ് വരുമ്പോൾ സിൻസ് 1992 സിൻസ് യെസ്റ്റർഡേ അങ്ങനെയൊക്കെ വരിക. ഓക്കെ, അപ്പോൾ സിൻസും 4 എവിടെ ഉപയോഗിക്കും എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ സിൻസോ 4 വന്നാൽ നമുക്ക് ഉത്തരത്തിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing വരണം. ഇവിടെ സിൻസ് 2019 തന്നിട്ടുണ്ട്. അപ്പോൾ ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് ing വരുന്ന ഹാവ് ബീൻ വർക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരം എടുക്കുക. ഓപ്ഷൻ ബി ഉത്തരം എടുക്കുന്നു കേട്ടോ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. 2019 ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10 വർഷമായിട്ട് അമ്മ ഇവിടെ താമസിക്കുന്നു, ഇപ്പോഴും ഇവിടെ താമസിക്കുന്നു എന്നർത്ഥം കേട്ടോ. 2019 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നർത്ഥം. ഇറ്റ് ഡാഷ് സിൻസ് 8 o'clock ദിസ് മോർണിംഗ് കണ്ട സിൻസ് വന്നിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing. ഹാസ് ബീൻ റൈനിങ് സിൻസ് 8 o'clock ദിസ് മോർണിംഗ്. 8 മണി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും മഴ പെയ്യാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, അടുത്ത് നോക്കൂ. ഐ ഡാഷ് ദ ക്ലാസ് സിൻസ് 10 AM ആണ്. 10 മണി മുതൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം എന്താണ്? ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing. ഇവിടെ ഹാവ് ബീൻ അറ്റൻഡിങ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ്. ഐ ഹാവ് ബീൻ അറ്റൻഡിങ് ദ ക്ലാസ് സിൻസ് 10 AM എന്നുള്ള ഉത്തരം വരിക. ഇനി അടുത്ത SIയുടെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം ഇവിടെ തെറ്റായിട്ട് തന്നിട്ട് അത് നമ്മളോട് ശരിയാക്കാൻ തന്നിരിക്കുകയാണ്. ഇവിടെ ചോദ്യത്തിൽ നോക്കട്ടെ. ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് 5 who have registered for the study tour have requesting for leave since yesterday. ഇവിടെ നോക്കണം, ഈ സിൻസ് യെസ്റ്റർഡേ എന്ന് വന്നിട്ടില്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്നറിയോ? ഈ സിൻസ് 4 വന്നാൽ നമ്മൾ എന്ത് പറഞ്ഞു? ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing ഉണ്ടാവും. ഇവിടെ ഹാവ് റിക്വസ്റ്റിംഗ് എന്നുള്ളതിന് പകരം ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്നാക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് ഫോർ ലീവ് സിൻസ് യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഓക്കെ, ശരി. അടുത്ത് നോക്കൂ. ഇതിലേതാണ് കറക്റ്റ് സെൻറ്റൻസ് എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഇതിലേതാണെന്നുള്ളതാണ്. സിൻസ് 4 ഇവിടെ വന്നിട്ടുണ്ടോ നോക്കൂ. സിൻസ് 4 വന്നിട്ടുണ്ടോ നോക്കൂ. യെസ്, സിൻസ് 4 എല്ലാത്തിലും ഉണ്ട്. 4 സിൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാസ് ബീൻ, ഹാവ് ബീൻ പ്ലസ് ing എടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഹാസ് ബീൻ റൈറ്റിംഗ് രണ്ടെണ്ണത്തിലുണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് വേണ്ട, എയും വേണ്ട, സിയും വേണ്ട. ഹാസ് ബീൻ റൈറ്റിംഗ് ഓപ്ഷൻ ബിയിലുണ്ട്, ഹാസ് ബീൻ റൈറ്റിംഗ് ഓപ്ഷൻ ഡിയിലുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ 2 hours 2 years 2 months 2 hours ഇങ്ങനെ 2 hours 2 years 2 months ഇങ്ങനെ നമ്മളെ പീരീഡ് തരികയാണെങ്കിൽ അത് 2 എന്നുള്ള 3 ആവാം. 3 hours 3 years 3 months 3 days 4 hours 4 years 4 months 4 days അങ്ങനെ ഇങ്ങനെ പീരീഡ് തരികയാണെങ്കിലേ റൈറ്റ്, പീരീഡ് തരികയാണെങ്കിൽ 4 വെക്കുക. for 2 hours for 2 years for 2 months for 2 days അങ്ങനെയാണ് നമ്മൾ വെക്കുക. 4 വെക്കണം. അപ്പോൾ സിൻസ് 2 hours എന്ന് പറയില്ല. ഓക്കെ, for 2 hours എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയണേ, ഇല്ല എങ്കിലും അറിയിക്കണേ. അടുത്ത് നോക്കൂട്ടാ. ദേ ഡാഷ് ഈച്ച് അതർ സിൻസ് ദ ചൈൽഡ്ഹുഡ്. ഇവിടെ നോക്കൂ, സിൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല? ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് ing ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ സിൻസ് 4 വരികയും ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് ing കാണാനില്ലെങ്കിൽ ഹാവോ ഹാസോ ഉണ്ടാകും. നോക്കൂ, ഹാവ് നോൺ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ഹാവ് നോൺ കേട്ടോ. ദേ ഹാവ് നോൺ, പ്രത്യേകിച്ച് ഈ നോക്ക് ing ഫോമും ഇല്ല. ഇനി ഹാവ് ബീൻ നോയിങ് എന്ന് എടുത്താലും അത് ഉത്തരം ശരിയാവില്ല. കാരണം നോ എന്നുള്ളതിന് ing ഫോം ഇല്ലാത്തതുകൊണ്ട് ഹാവ് ബീൻ നോയിങ് എന്നുള്ളത് എടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ദേ ഹാവ് നോൺ
ഈച്ച് അതർ സിൻസ് ദ ചൈൽഡ്ഹുഡ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കൂ, സെയിം മോഡൽ തന്നെ. വി ഡാഷ് ഈച്ച് അതർ സിൻസ് അവർ ചൈൽഡ്ഹുഡ്, ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് പരസ്പരം പരിചയമുണ്ട് എന്നുള്ളതാണ്. സിൻസ് ഫോർ വന്ന ഹാസ് ബീൻ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി എടുക്കുക നോർമലി. പക്ഷേ ഈ നോടെ കേസൊക്കെ വരുമ്പോൾ ഹാസ് ബീൻ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഉണ്ടാവാറില്ല. ഹാവ് നോൺ, ഹാസ് നോൺ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ വി ഹാവ് നോൺ, ഓൾറൈറ്റ്, വി ഹാവ് നോൺ ഈച്ച് അതർ എന്നുള്ളതാണ് ഉത്തരമായിട്ട് കൊടുക്കുക സിൻസ് ഫോർ വന്നാൽ കേട്ടോ. ഓക്കെ, ഇവിടെ സിൻസ് വന്നുകൊണ്ട് ഹാവ് നോൺ എടുത്തു, ഇവിടെ സിൻസ് വന്നുകൊണ്ട് ഹാവ് നോൺ എടുത്തു. ഇനി അടുത്ത ഭാഗം നോക്കൂ. നമുക്ക് ഈ സിൻസ് ഫോർ വരികയും ചെയ്തു, സിൻസ് ഫോർ അങ്ങനെ ഫോർ 2 years ഫോർ 3 years വരികയും ചെയ്തു. നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് മന്ത് പോലെ ഭാവിയെ കാണിക്കുകയും ചെയ്താലേ അപ്പോഴെന്ത് ചെയ്യാന്നറിയാം, ഈ ഹാസ് ബീൻ ഹാവ് ബീൻ എന്നുള്ളതിൻ്റെ കൂടെ വില്ലും കൂടെ ചേർക്കുക. പ്രത്യേകിച്ച് ഹാവ് ബീൻ എന്നുള്ളതിൻ്റെ കൂടെ വില്ലും കൂടെ ചേർക്കുക. പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഫോർ 20 years എന്ന് കണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫോർ 2 years ഫോർ 2 years ഫോർ 20 years ഫോർ 2 months ഫോർ 20 months ഫോർ 2 hours ഫോർ 20 hours. ഇങ്ങനെ സിൻസ് ഫോർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാസ് ബീൻ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി എടുക്കുക. അപ്പോൾ ഫോർ 20 years എന്ന് പറഞ്ഞാൽ ഹാസ് ബീൻ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി എടുക്കുക നമ്മൾ. പക്ഷെ ഇവിടെ നെക്സ്റ്റ് ഇയർ എന്നും കൂടെ തന്നു. അപ്പോൾ ഈ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജിയുടെ കൂടെ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജിയുടെ കൂടെ വില്ലും കൂടെ ചേർക്കുക. വിൽ ഹാവ് ബീൻ പ്ലേയിങ് എന്നാക്കുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക കേട്ടോ. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സിൻസ് ഫോർ വരികയും എന്നിട്ട് ഭാവിത്തെ ഒരു സമയം തരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി കേട്ടോ. ഓക്കെ, ശരി. എന്നാൽ ഒരു ചോദ്യം കൂടെ സെയിം മോഡൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്ക്, ഫോർ 10 years തന്നു. നമ്മൾ പറഞ്ഞു സിൻസ് ഫോർ വരികയും എന്നിട്ട് ഇങ്ങനെ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് ഇയർ പോലെ ഭാവിയെ കാണിക്കുന്ന ഒരു സമയം തന്നാൽ ഇങ്ങനെ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജിയുടെ കൂടെ വില്ലും കൂടെ ചേർത്ത് വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരാം. വിൽ ഹാവ് ബീൻ ഓർ ഷോൾ ഹാവ് ബീൻ. വിൽ ഹാവ് ബീൻ നോർമലി ഉണ്ടാവുക. വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി, വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. താല്പര്യമുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം കേട്ടോ ഗൈസ്, കമൻറ്റ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെ വരുന്ന വേറൊരു സംഭവമാണേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സിൻസ് ഫോർ ഒന്നും ഇല്ലല്ലോ. ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മന്ത്. കണ്ട, ഇവിടെ സിൻസ് ഫോർ ഒന്നുമില്ല. ബൈ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ശരിക്കും ഇങ്ങനെ ബൈ വന്നിട്ട് ഭാവിയെ കാണിക്കുന്ന ഒരു സമയം തന്നു കരുതുക. ബൈ എന്ന് പറയും, എന്നിട്ട് ഭാവിയെ കാണിക്കുന്ന ബൈ ടുമോറോ, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ. ഇങ്ങനെ ബൈ തന്നിട്ടേ ഒരു ഭാവിയെ കാണിക്കുന്ന സമയം തന്നാലേ നോർമലി വിൽ ഹാവ് പ്ലസ് V3 ഇടാം. നോർമലി വിൽ ഹാവ് പ്ലസ് V3 ഇടാം. വിൽ ഹാവ് പ്ലസ് V3 ഇടാം. ഇവിടെ വിൽ ഹാവ് പ്ലസ് V3 ഉണ്ടോ? ശരിക്കും ഇല്ല. അപ്പോൾ വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി പിന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് എടുക്കാം കേട്ടാ. ഇവിടെ വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നുണ്ടെങ്കിൽ ഉത്തരം എടുക്കാൻ പറ്റുമോ? അബ്സല്യൂട്ട്ലി കറക്റ്റ് ആവും. അതാണ് ശരിക്കും ഉത്തരം വരേണ്ടത്. വിൽ ഹാവ് പ്ലസ് V3 ആണ് ഇവിടെ ഉത്തരം വരേണ്ടത്. വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പക്ഷെ അതില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിൽ ഹാവ് ഉള്ളത് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് എന്നുള്ള ഐ എൻ ജി ഉള്ള. അപ്പോൾ അതെടുക്കുക. ഒന്നുകൂടെ പറയാം, ഈ ബൈ വെച്ചിട്ട് എന്ത് ചെയ്യും, ബൈ വെച്ചിട്ട് ഇങ്ങനെ ഭാവിയെ തരും. ബൈ ടുമോറോ നാളെ ആകുമ്പോഴേക്കും, ബൈ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ആകുമ്പോഴേക്കും, ബൈ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ആകുമ്പോഴേക്കും, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ അടുത്ത മാസം അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെ തരും. ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം അവസാനം ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെ തരും. അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ പെർഫെക്റ്റ് എടുക്കുക. വിൽ ഹാവ് കംപ്ലീറ്റഡ്, വിൽ ഹാവ് ഫിനിഷ്ഡ് അങ്ങനെ എടുക്കുക. അപ്പോൾ വിൽ ഹാവ് കംപ്ലീറ്റഡ്, വിൽ ഹാവ് പ്ലൈഡ്, അങ്ങനെ വിൽ ഹാവ് പ്ലസ് V3 അങ്ങനത്തെ ഒരു സംഭവം കാണാനില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി ഉള്ളത് എടുക്കുക. പിന്നുള്ളത് വിൽ ഹാവ് പ്ലസ് V3നോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കണ വിൽ ഹാവ് ബീൻ പ്ലസ് ഐ എൻ ജി അല്ലേ, അത് എടുക്കുക. എന്നാൽ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാൻ പറ്റും. അബ്സല്യൂട്ട്ലി അത് കറക്റ്റ് ആവും. അതായിരിക്കും ഒന്നും കൂടെ നല്ല ഓപ്ഷൻ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഇതേ മോഡൽ വേറെ ഒന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ബൈ എന്ന് വെച്ചിട്ട് ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യാൻ പറഞ്ഞേ, വിൽ ഹാവ് പ്ലസ് V3 ആണ്. വിൽ ഹാവ് പ്ലസ് V3 ആണ് എടുക്കുക. വിൽ ഹാവ് പ്ലസ് V3. അപ്പോൾ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് വേണ്ട, വിൽ ഹാവ് കംപ്ലീറ്റഡ് മതി. ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് 10 years എന്നുള്ള. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഇത് മോഡൽ ചോദ്യം ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് അത് മാറിപ്പോയത്. ഓക്കെ, ഹി വിൽ ഹാവ് കംപ്ലീറ്റഡ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മന്ത് എന്നുള്ള കേട്ടോ. ശരി, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരിക. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ബൈ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഭാവിയെ കാണിക്കുന്ന സമയം പോലെ തന്നെ ബൈ ദ ടൈം വരും. ബൈ ദ ടൈം വന്നിട്ടേ
അതിൻ്റെ കൂടെ V1 തന്നാലും നമ്മൾ വിൽ ഹാവ് പ്ലസ് V3 എടുക്കണം. അതായത് ബൈ ദ ടൈമിൻ്റെ കൂടെ, അത് മനസ്സിലാവാത്ത ആളുകൾ ശ്രദ്ധിക്കുക. ബൈ ദ ടൈം, എൻ്റെ ചോദ്യം കാണിച്ചു തരട്ടാ. ബൈ ദ ടൈം ഹി അറൈവ്സ്, അറൈവ് എന്നുള്ളത് V1 ആ കണ്ട. ഇങ്ങനെ ബൈ ദ ടൈം ഹി അറൈവ്സ് പോലെ V1 വന്നു എഴുതുക. അല്ലെങ്കിൽ ബൈ ദ ടൈം ഹി കോൾസ്, ബൈ ദ ടൈം ഹി കോൾസ്, കോൾസ് പോലെ V1 വന്നു എഴുതുക. ഈ ബൈ ദ ടൈമിൻ്റെ കൂടെ ഇങ്ങനെ അറൈവ്സ് കോൾസ് പോലെ V1 വന്നു എഴുതുക. ഇങ്ങനെ V1 വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉത്തരത്തിൽ നിന്ന് വിൽ ഹാവ് പ്ലസ് V3 എടുക്കണം എന്ന് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് ബൈ ദ ടൈം ദി ഗസ്റ്റ്സ് അറൈവ്, കാരണം അറൈവ് ആണ് V1 ആണ്. ബൈ ദ ടൈം എന്നുള്ളത് V1 ഫോം, ബൈ ദ ടൈമിൻ്റെ കൂടെ എന്ത് ചെയ്തു, അറൈവ് എന്നുള്ള V1 വന്നു. ഞാൻ എന്താ പറഞ്ഞത്, വിൽ ഹാവ് പ്ലസ് V3, വിൽ ഹാവ് ഡെക്കറേറ്റഡ് എന്നുള്ള ഓപ്ഷൻ B ആണ് ഉത്തരം എടുക്കുക കേട്ടോ. ഓക്കെ, ബൈ ദ ടൈമിൻ്റെ കൂടെ V1 വന്നാലും നമ്മൾ വിൽ ഹാവ് പ്ലസ് V3 എടുക്കണം, വിൽ ഹാവ് ഡെക്കറേറ്റഡ്. ഇനി അടുത്ത് നോക്കൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. വെന്നിൻ്റെ കൂടെ ഇങ്ങനെ അറൈവ്ഡ് പോലെ V2 വന്നാലേ നോർമലി 2 സാധ്യതയുള്ള, അത് ഞാൻ കൂടുതലായിട്ട് വേണമെങ്കിൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ പറയാം. ഒന്നെങ്കിൽ ഹാഡ് പ്ലസ് V3, സിൻസ് ഫോറൊക്കെ വരുമ്പോൾ ചാൻസ് മാറുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ നോർമൽ കേസിൽ സെൻറ്റൻസ് ഇങ്ങനെ സിൻസ് ഫോർ ഒന്നും ഇല്ലാതെ നോർമലായിട്ട് ഇങ്ങനെ വരുമ്പോൾ വെന്നിൻ്റെ കൂടെ ഇങ്ങനെ അറൈവ്ഡ് ഒരു V2 വന്നാൽ ഒന്നെങ്കിൽ ആഡ് പ്ലസ് V3യോ അല്ലെങ്കിൽ നോർമലി വാസോ വേറോ പ്ലസ് ING ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഹാഡ് പ്ലസ് V3 ഉണ്ട്, ഹാഡ് ഫിനിഷ്ഡ്, അപ്പോൾ ഉത്തരം ഓപ്ഷൻ D ആണ്. അപ്പോൾ വെന്നിൻ്റെ കൂടെ ഇങ്ങനെ അറൈവ്ഡ് കോൾഡ് പോലെ V2 വന്നാൽ നോർമലി ഇങ്ങനെ ഹാഡ് പ്ലസ് V3യോ അല്ലെങ്കിൽ വാസ് വേറെ പ്ലസ് INGയോ ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അത് രണ്ടും കൂടെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് സാധാരണ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരാറില്ല. ഓക്കെ, ഇത് ഒന്നെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് ഓപ്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഈ വർഷം തന്നെ വന്ന 2025 തന്നെ വന്ന വേറെ ചോദ്യം പേപ്പർ നോക്കൂ നിങ്ങൾ. ഇവിടെ വെന്നിൻ്റെ കൂടെ കേസിന് വെന്നിൻ്റെ കൂടെ റിയലൈസ്ഡ് എന്നുള്ള V2 വന്നു. ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഹാഡ് പ്ലസ് V3 വരും അല്ലെങ്കിൽ വാസ് വേറെ പ്ലസ് ING വരും. ഇതിൽ ഹാഡ് പ്ലസ് V3 കാണാണ്ടോ നോക്ക്, ഉണ്ടോ? ഇല്ല. വാസ് വേറെ പ്ലസ് ING ഉണ്ടോ നോക്കുന്നുണ്ട്. വാസ് ലുക്കിംഗ് ആൻഡ് ടേൺഡ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഉത്തരം വെൻ ദ റിയലൈസ്ഡ് ഐ വാസ് ലുക്കിംഗ് ആൻഡ് ദ ടേൺഡ് അവേ എന്നുള്ള ഓപ്ഷൻ B ആണ് ഉത്തരം വരിക കേട്ടോ. ഓക്കെ, റൈറ്റ്, ഓപ്ഷൻ B ആണ് ഉത്തരം വരിക. റൈറ്റ്, ശരി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് മനസ്സിലായില്ലെങ്കിലൊന്ന് അറിയിക്കണേ. വേറെ ചോദ്യങ്ങൾ ഇപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യാത്തതിരുന്നതാണ്. ഇതേപോലെ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലൂ തന്നു. ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ഇങ്ങനെ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, കഴിഞ്ഞ വർഷം എന്നാണ്. എഗോ എന്ന് പറഞ്ഞാൽ എന്താ, മുൻപ് എന്നാണ്. ലാസ്റ്റ് മന്ത് പറഞ്ഞാൽ കഴിഞ്ഞ മാസം, ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം, ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു പോയ സമയത്തിൻ്റെ സൂചനകളാണ്. ഇത് മാത്രമല്ല ഈ 1992 1992 പോലെ കഴിഞ്ഞു പോയ വർഷം തരിക, ദിസ് മോർണിംഗ് ഇന്ന് രാവിലെയും തരിക. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയ സമയത്തിൻ്റെ സൂചന തന്നിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിൽ നിന്ന് V2 എടുക്കണം. പ്ലൈഡ്, കുക്ക്ഡ്, ഇൻവൈറ്റഡ്, വെൻഡ് പോലെ. ഇവിടെ പേരെടുക്കുക വെറും വിസിറ്റഡ്, വെറും കോൾഡ്, അങ്ങനെയുള്ള എടുക്കുക. എഗോ വന്നാലും ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് നൈറ്റ്, യെസ്റ്റർഡേ ഒക്കെ വന്നാലും വെറും V2 എടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കൂട്ടാ, ദേ ഡാഷ് ദ ക്ലബ്ബ് ഇയർ എഗോ എന്ന് വന്നിട്ടുണ്ട്. എഗോ എന്ന് വന്നു. ഞാൻ പറഞ്ഞു എഗോ വന്നാൽ ഇതേപോലെ എന്ത് ചെയ്യണം, V2 എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, വെറും ജോയിൻഡ് എന്ന് എടുക്കുക. ദേ ജോയിൻഡ് ദ ക്ലബ്ബ്. ഇവിടെ V2 എടുക്കണം എന്ന് പറഞ്ഞാൽ വെറും വിസിറ്റഡ് എടുത്തു. ഇവിടെ V2 എടുക്കണം എന്ന് പറഞ്ഞാൽ വെറും ജോയിൻഡ് എടുത്തു. ദേ ജോയിൻഡ് ദ ക്ലബ്ബ് ഇയർ എഗോ. ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് വന്നുകൊണ്ട് നമ്മൾ വിസിറ്റഡ് നിർത്തും. എഗോ വന്നാലും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഗോ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ദ ജോയിൻഡ് ദ ക്ലബ്ബ് ഇയർ എഗോ എന്നുള്ളത് എടുത്തു കേട്ടോ. ഇനി അടുത്ത് നോക്കൂട്ടാ, ഇതേപോലെ മനസ്സിലാക്കേണ്ട വേറൊരു സംഭവമാണ്. ഇറ്റ് ഈസ് ടൈം ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഹൈ ടൈം ആയിക്കോട്ടെ, അതിനുശേഷം ഇങ്ങനെ ഇറ്റ് ഈസ് ഹൈ ടൈം യു, ഇറ്റ് ഈസ് ഹൈ ടൈം യു, ഇറ്റ് ഈസ് ഹൈ ടൈം ഹി, ഇറ്റ് ഈസ് ഹൈ ടൈം ഷീ പോലെ ഒരു സബ്ജക്റ്റ്, ഇനി രാജു എന്നാവാം. ഇറ്റ് ഈസ് ഹൈ ടൈം രാജു പോലെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഡാഷ് കണ്ടാലേ ഈ ഡാഷിൽ നമ്മൾ V2 ഇടുക. അപ്പോൾ ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റോപ്പ്ഡ്, ഇറ്റ് ഈസ് ഹൈ ടൈം യു കോൾഡ്, ഇറ്റ് ഈസ് ഹൈ ടൈം യു പ്ലേഡ്. അങ്ങനെ V2 ഫോമാണ് ഇടേണ്ടതെന്ന്. ഇനി ഇവിടെ ഹൈ ഇല്ലെങ്കിലും എന്താണ്, ഇറ്റ് ഈസ് ടൈം യു സ്റ്റോപ്പ്ഡ്, ഇറ്റ് ഈസ് ടൈം യു കോൾഡ്, ഇറ്റ് ഈസ് ടൈം യു സ്റ്റോപ്പ്ഡ്, ഇറ്റ് ഈസ് ടൈം യു ഇൻവൈറ്റഡ്. ആ രീതിയിൽ V2 ഫോമാണ് നമ്മൾ ഇടേണ്ടതെന്നാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂട്ടാ, ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം ഏതാണെന്നുള്ളതാണ് കേട്ടോ. ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം ഏതാണെന്നുള്ളതാണ്. ഇതിൽ പാസ്റ്റ് ഫോം ലേഡാണ് വരിക. ഈ ലൈ ലേ ലൈ ലേ ലൈന്, ലൈ ലൈഡ് ലൈഡ്, ലേ ലേഡ് ലേഡ്, ഇതിൻ്റെ ഈ ഫോമിൻ്റെ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോളൂ കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഇനി അടുത്തത് നോക്കൂട്ടാ, ഷീ യൂഷ്വലി വെയേഴ്സ് സാരി. സാധാരണ സാരിയാണ് ധരിക്കാറ്, പക്ഷെ ഇപ്പോൾ ധരിക്കുന്നത് ഇന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഷീ ഈസ് വെയറിങ് പാൻസ്. ഓക്കെ, ഇതൊരു പാറ്റേൺ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഈ നൗവിൻ്റെ സ്ഥാനത്ത് ടുഡേ എന്നുള്ളതൊക്കെ വരാട്ടോ.
ടുഡേ എന്നുള്ളതാണ് സാധാരണ വരിക. ടുഡേ എന്നാവാം, ദിസ് മന്ത് എന്നാവാം, അങ്ങനെയൊക്കെ ആവാം. കൂടുതലും ടുഡേ എന്നാണ് വരിക. സാധാരണ എങ്ങനെയാണ് ഇന്നിങ്ങനെ ചെയ്യുന്നത്, സാധാരണ എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ. ഷീ യൂഷ്വലി വെയേഴ്സ് സാരി, ഇപ്പോൾ ഷീ ഈസ് വെയറിങ് പാൻസ്, അങ്ങനെ വേണ്ട. അതേപോലെ നോക്കട്ടെ, ഷീ യൂഷ്വലി വാക്സ് ടു സ്കൂൾ, സാധാരണ നടന്നിട്ടാണ് പോവാറ്, ബട്ട് നൗ ഷീ ഈസ് ടേക്കിംഗ് എ ബസ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. റൈറ്റ്, ഇവിടെ നൗ വന്നുകൊണ്ട് മാത്രമല്ല ഇവിടെ ING ഇട്ടതെന്ന് കൂടെ ആലോചിക്കുക. കാരണം നൗവിൻ്റെ സ്ഥാനത്ത് ടുഡേയും വരാം. ബട്ട് ടുഡേ ഷീ ഈസ് വെയറിങ് പാൻസ് എന്നാവാം, ബട്ട് ടുഡേ ഷീ ഈസ് ടേക്കിംഗ് എ ബസ് എന്നാവാം കേട്ടോ. ഓക്കെ, നൗ വന്നുകൊണ്ട് മാത്രമാണ് ING എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കരുത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ദ എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ എന്ന് പറഞ്ഞാൽ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാം, ആ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പോൾ യെസ് അല്ല, ദ എർത്ത് റിവോൾവ് എന്നല്ല, റിവോൾവ്സ് എന്ന് പറയാം. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും അറിയിക്കുക, ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിൽ അറിയിക്കുക. ഇനി ഇംഗ്ലീഷിന് മാത്രമായിട്ട് ക്ലാസ് വേണ്ടവർ നമ്മളെ കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഡിഗ്രി ലെവലും +2 ലെവലും 10th ലെവലിനൊക്കെ ഉപകാരപ്പെടുന്ന കോഴ്സാണ്. ഓക്കെ, ശരി. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങളുടെ ഏത് നിലവാരമാണെങ്കിലും നിങ്ങൾക്ക് നല്ല മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. പിന്നെ ഈ ഒരു രീതിയിലല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇത് പിന്നെ ഒരു ചോദ്യം, അതിൻ്റെ വിശദീകരണം എന്നുള്ള നിലക്ക് മാത്രം പറഞ്ഞു പോയതാണ് കേട്ടോ. ഓക്കെ, ശരി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചെടുക്കുക. ബൈ ഗൈസ്.